ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ റമദാനൊക്കെ അല്ലേ, അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിൽ എല്ലാവർക്കും കൂടെ ആയിട്ടൊരു നോമ്പ് തുറ വെച്ചാലോ. അപ്പോൾ നമ്മൾ പള്ളിയിലും നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ വിശേഷമൊക്കെ കാണാം. അപ്പോൾ രാവിലെ ഞാൻ ഇപ്പോൾ എഴുന്നേറ്റ് ചെല്ലുമ്പോഴേക്കും അവിടെ അടുക്കളയിൽ ഉമ്മച്ചി അവിടെ എന്തൊക്കെയോ പണി ചെയ്യുന്നുണ്ടായിരുന്നു. ഗൈസ്, ഫുഡ് ഉണ്ടാക്കാനുള്ള ചിക്കൻ വന്നിട്ടുണ്ട്. ഇവിടെ ചിക്കൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സവാളയൊക്കെ ഒത്തിരി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മൊഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തണ്ണിമത്തനൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ആരിവൻ കല്ലും തൂക്കി പോയിടുന്നോൻ. വിചാരിച്ച പോലെ അത്ര സ്മൂത്ത് ആവുന്നില്ലല്ലോ. One eternity later. ഗൈസ്, ഫൈനലി എൻ്റെ ഒരു മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം ഞാൻ 2 തണ്ണിമത്തനും കട്ട് ചെയ്ത് കുഞ്ഞിക്കുഞ്ഞാ ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മൊത്തവും മെസ്സിയാക്കിയെങ്കിലും ഇത് ഭംഗിയാണെന്നൊക്കെ കാണാൻ. നമുക്കിൻ്റെ അടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം. വൈകുന്നേരം നോമ്പ് തുറക്കാറാവുന്ന സമയത്ത് മാത്രം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ, ഇല്ലെങ്കിൽ ഉമ്മ എന്നെ ചവിട്ടി പുറത്താക്കും. വീട്ടിൻ്റെ ബാക്കിലിട്ടാണ് ചിക്കൻ കറി വയ്ക്കണം. ഇത് ആദ്യത്തെ ട്രിപ്പാ, രണ്ടാമത്തെ ട്രിപ്പാണ് കഴിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നേ. വീട്ടിൻ്റെ ബാക്ക് സൈഡിലിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. ഒരു ലാർജ് ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പുറത്ത് വെച്ച് തന്നെ ഉണ്ടാക്കാറ്. ഓരോരുത്തരായിട്ട് ഗസ്റ്റ് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ കുട്ടി ഗസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഹായ് അയാമി. അത് നീ അല്ലേടാ? നോമ്പുണ്ട് അയാമിക്ക്? എത്ര നോമ്പുണ്ട്? 1 നോമ്പാ? രാവിലെ എന്തിനു കഴിച്ചു നീ? മറന്നുപോയാ കഴിച്ചത്? അപ്പം കഴിച്ച്. എത്ര അപ്പം കഴിച്ച്? 3 അപ്പം കഴിച്ച് നോമ്പ് പിടിച്ചാ? ഇച്ചിരി വെള്ളം തരട്ടാ? വേണ്ടേ? ഓ, അയാമയുടെ ട്രക്ക് കാണിച്ചു കൊടുത്താണ്. ഗോവയിൽ എടുത്ത ട്രക്ക് കാണിച്ചു കൊടുത്തേ. എടുത്തെറിഞ്ഞ ട്രക്ക് കാണിച്ചു കൊടു. അപ്പോൾ പള്ളിയിൽ കൊടുക്കാനുള്ള പൊറോട്ട വന്നിട്ടുണ്ട്. പൊറോട്ട എത്തിയിട്ടുണ്ട്, ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളാണ് റെഡി ആവാനുള്ളത്. എൻ്റെ വൈറൽ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സവാളയും ക്യാരറ്റും അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ ഇരുന്ന് ടോം ആൻഡ് ജെറി കാണാൻ വേണ്ടിയിട്ട് അവൻ എന്നെ ഇവിടെ പിടിച്ചിരുത്തിയേക്കണേ. മാമച്ചയെ വിളിച്ച് വരുത്തി പണിയെടുപ്പിക്കുന്നു. മാമച്ചയെ പാക്ക് ചെയ്യാൻ തുടങ്ങി. നമുക്ക് എന്താണ് വൈറൽ ചിക്കൻ റെസിപ്പി ഉണ്ടാക്കാം. തുടക്കം തന്നെ നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇഡലി പാത്രത്തിന് ഓട്ട എങ്ങനെ ഞാൻ കണ്ട വീഡിയോയിലില്ലല്ലോ. മുട്ട കളയാതിരുന്നാ മതി. ഋതു ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് നിന്ന് പൊറോട്ട മതി. ഇത് ഋതു മതിയായ? ചൂട് കൈ പിടിക്കാൻ വയ്യ. എൻ്റെ വൈറൽ ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ പടിപ്പുര. ഞാൻ ആ മുട്ട എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ്റെ എമൗണ്ട് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ വേവിച്ചത്. മൈനസ് കുറഞ്ഞു പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ
തട്ടിക്കൂട്ട് സാൻഡ്വിച്ച്. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ആരും കഴിച്ചു നോക്കിയിട്ടില്ല നോമ്പായതുകൊണ്ട്. ഇതിൻ്റെ ടേസ്റ്റിന് എങ്ങനെയാണെന്ന് അമ്മക്കറിയാം. അപ്പം ഞാൻ ട്രൈ ചെയ്ത വൈറൽ ചിക്കൻ സാൻഡ്വിച്ച് അല്പം പാളിപ്പോയി കേട്ടാ. മയണൈസ് കുറച്ച് കുറഞ്ഞായതുകൊണ്ട് ഫില്ലിംഗ് ഒരു അല്പം ഡ്രൈ ആയിരുന്നേ. എന്നാലും എൻ്റെ ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. നമ്മൾ മുഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കുന്നു. എല്ലാ പണിയും കഴിഞ്ഞ് ഇവർ രണ്ടുപേരും വന്നിട്ട് പണിയെടുക്കുന്ന കാണിക്കാൻ വേണ്ടിയിട്ട് പാലിളക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് കട്ടി പിടിച്ചു പോയി. വലിയ തവി ഉണ്ടായിരുന്നെങ്കിൽ പിള്ളേരെ നിർബന്ധങ്ങളൊന്നും പഠിപ്പിക്കാൻ പാടില്ല. ആഗ്രഹിച്ചെടുത്താ ഇനിയിപ്പോ അത് കൊടുത്താൽ ഞാനെങ്കിലും കുടിക്കും. മതിയാ മുളക് പിന്നടാ. എനിക്ക് ഋതു കൊണ്ട് തന്നതാണ്. ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ, അത് കണ്ടപ്പോഴേ തോന്നി. സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് തന്നെ എല്ലാരും വിളിച്ചിരുന്നത്. ഒരു യുദ്ധം കഴിഞ്ഞ അടുത്ത യുദ്ധം. ഇതെന്തരുത് സത്രോ ചാള അടിക്കുക. ഒരു ഗ്ലാസ് എടുത്തിട്ടോ. ഒരു ഗ്ലാസ്സേ ഉള്ളൂ. ഒരാൾ കുടിക്കുമ്പോൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. പിന്നെ കുറേ നേരം എല്ലാവരോടും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നേ. റീസെൻ്റായിട്ട് പോയ ഗോവ ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ പള്ളിയിലോട്ട് ഫുഡും കൊണ്ടുപോയത്. കഷ്ടപ്പെട്ട് പൊതിഞ്ഞതെല്ലാം പള്ളി കൊണ്ടുപോകാൻ. ആരിവൻ ആരിവൻ കല്ലും തൂക്കി പോയിടുന്നു. ചെരുപ്പിട് ചെരുപ്പിട്. നമ്മുടെ പള്ളി എവിടെയാണ്? അപ്പൊ പള്ളിയിൽ നിന്ന് വന്നിട്ട് എല്ലാവരും അവരവരെ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങി. ബൈ ബൈ. ഋതു നിക്കണില്ലല്ലേ? മൂണിനെ നോക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ. ക്രസന്റ് ആയിട്ട് ഇല കാരണം കറക്റ്റ് ക്രസന്റ് കിട്ടുന്നില്ല. കിട്ടി കിട്ടി. എല്ലാവരും ഒന്നും ഇല്ലായിരുന്നെങ്കിലും ഇപ്പം നമ്മൾ ട്രിപ്പ് പോയ ഒരു ടീമായിരുന്നു കേട്ടോ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ ഞാൻ കുറച്ച് അലമ്പായെങ്കിലും എല്ലാവരുമായിട്ട് നല്ല വൈബായിരുന്നേ. ഉച്ച തൊട്ട് ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും പോയപ്പോൾ എല്ലാവരും വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പള്ളിയിലെ നേർച്ചയും ഇഫ്താറും പരിപാടിയും എല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മാസമാണ് എല്ലാവരും നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അപ്പോൾ ബൈ.